നമഃശിവായ. ജഗജ്ജനനി മാതാ അമൃതാനന്ദമയീ ദേവി. എല്ലാ ഭക്തരും ആദ്യം ആർത്തന്മാരായിരിക്കും എന്നാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്നത്. പിന്നെ അവർ അർത്ഥാർത്ഥികളും തുടർന്ന് ജിജ്ഞാസുക്കളുമാകും. അർത്ഥാർത്ഥികൾ ആർത്തരയേക്കാൾ മികച്ചവരാണെന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ആർത്തൻ ദുഃഖം വരുമ്പോൾ മാത്രമേ ഭഗവാനെ ഓർക്കുന്നുള്ളൂ. എന്നാൽ അർത്ഥാർത്ഥി ഓരോ ആഗ്രഹം വരുമ്പോഴും ഭഗവാനെ ആശ്രയിക്കുന്നു. ആഗ്രഹങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുമല്ലോ. ഈ ഭാവങ്ങളെല്ലാം ഒരു ഭക്തന്റെ വളർച്ചയുടെ ഓരോ പടിയാണ്. ചിലർ ഈ പടികളെല്ലാം കഴിഞ്ഞ ജന്മങ്ങളിൽ താണ്ടിയിട്ടുണ്ടാകും. അവർ തുടക്കത്തിൽ തന്നെ അമ്മയെ ആശ്രയിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാകും. ചിലർ ഈ ജന്മത്തിൽ പുരോഗമിക്കും. ചിലർക്ക് ഇനിയും ജന്മങ്ങൾ വേണ്ടിവരും പരമമായതിനു വേണ്ടി ശ്രമിക്കാൻ. ചിലപ്പോൾ നമുക്ക് കാണാം, ചിലർ അമ്മയുടെ അടുത്ത് ആദ്യമായി എന്തെങ്കിലും കാര്യസാധ്യത്തിനായി വരും. പക്ഷെ തിരിച്ചു പോകുന്നത് പരമമായ വസ്തു തേടിക്കൊണ്ടായിരിക്കും. ഇത് അവരുടെ പൂർവജന്മ സംസ്കാരം കൊണ്ടാണ്. ഈ സംസ്കാരം അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഒരു മഹാത്മാവിൻ്റെ ദർശനമോ സ്പർശനമോ വാക്കോ മതി, അത് മറ നീക്കി പുറത്തു വരും. ഇത് വളരെ ഗൂഢമായി തോന്നാമെങ്കിലും ആത്മീയതയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. മഹാന്മാരായ എഴുത്തുകാർ, സംഗീതജ്ഞർ, കായികാഭ്യാസികൾ, ശാസ്ത്രജ്ഞർ, ഇവരിൽ ചിലർ ഒരു മുൻ ലക്ഷണവും ഇല്ലാതെ പെട്ടെന്നൊരു നോവലിൻ്റെയോ സംഗീത കച്ചേരിയുടെയോ കോച്ചിൻ്റെയോ പ്രചോദനം കൊണ്ട് തൻ്റെ മേഖല കണ്ടെത്തിയിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ മാറ്റം പെട്ടെന്നായിരിക്കും, ചിലപ്പോൾ അതിന് സമയമെടുക്കും. ചിലരുടെ ആധ്യാത്മിക സംസ്കാരം അത്ര ആഴത്തിലുള്ളതാകില്ല. എങ്കിലും അവരും അമ്മയുമായി വളരെ അടുക്കും. അമ്മയുടെ സ്നേഹവും കാരുണ്യവും ദർശനവുമെല്ലാം അവരെ സ്വാധീനിക്കും. പിന്നീട് അവർ കൂടെ കൂടെ അമ്മയെ കാണാൻ വരും. മെല്ലെ ആ അടുപ്പം ശക്തമാകും. അമ്മയുടെ ഉപദേശങ്ങൾ അവർ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങും. അമ്മയിൽ നിന്ന് മന്ത്രം ലഭിച്ചുവെന്ന് വരാം. അല്ലെങ്കിൽ അമ്മയുടെ പ്രേരണയാൽ ഏതെങ്കിലും സേവനാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. ഇങ്ങനെയൊക്കെ ചെയ്ത് മനസ്സ് ശുദ്ധമായി ആധ്യാത്മികമായി കൂടുതൽ പക്വത നേടി അവരുടെ ജീവിത ലക്ഷ്യവും മാറുന്നു. ഭൗതികമായ നേട്ടത്തേക്കാൾ ആധ്യാത്മികമായ ലക്ഷ്യത്തിന് അവർ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങും. മഹത് ഗുരുവിൻ്റെ പ്രേരണയും സ്വാധീനവും മനുഷ്യ മനസ്സിനെ മാറ്റുന്നതിങ്ങനെയാണ്. ഹരി ഓം നമഃ ശിവായ.